ഇന്ന് നമുക്ക് സദ്യയിലൊരു സ്പെഷ്യൽ കറിയായിട്ടുള്ള ഇഞ്ചിത്തൈരിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒരെണ്ണം കൂടി എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 400 ഗ്രാം കട്ടി തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലൊക്കെ അടിച്ചാൽ ഇത് വല്ലാണ്ട് ലൂസായി പോവും. അപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഒരു മിക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചിട്ട് എടുക്കുക. ഇനി 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് മിക്സാക്കി എടുത്ത ശേഷം നമ്മൾ ഇഞ്ചി തൈരിൻ്റെ മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ വളരെ സിമ്പിളായിട്ടുള്ള ഇഞ്ചി തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക്